സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ ഫലം കായ്ച്ചാൽ പോരാ. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാനസാന്തരത്തിന് യോഗ്യമായ നിലവാരത്തിൽ ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ പല ഇടപാടുകളിലും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ദൈവമക്കളുടെ സ്റ്റാൻഡേർഡാണ്, അത് വിശ്വാസിയുടെ സ്റ്റാൻഡേർഡാണ്, അത് ഒരു പെന്തിക്കോസ്തുകാരൻ്റെ സ്റ്റാൻഡേർഡാണ്, അത് ദൈവവചനവുമായി പോകുന്ന ഒരുവന്റെ സ്റ്റാൻഡേർഡാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിന് യോജിക്കാത്ത വിധത്തിൽ നമ്മിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ, ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടായാൽ കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കേട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളോട് ചോദിച്ചെന്നിരിക്കും, നീ ഒരു വിശ്വാസിയാണോ? നീ ഒരു ഭക്തനാണ്? നീ പെന്തിക്കോസ്തുകാരനാണ്? നീയാണോടാ വേദോസ്തവം കൊണ്ട് നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചോദ്യം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തുറന്ന് പറയുകയാണ്. അതിൻ്റെ കാരണം കായ്ച്ച ഫലം ശരിയല്ലാഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഇങ്ങനൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഇനി ഞാൻ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല, ഇനി ഒരുത്തിനെ കൊണ്ട് ഇങ്ങനെ ഞാൻ ചോദിപ്പിക്കത്തില്ല. എന്ത് ചെയ്യണം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നൊരു സ്റ്റാൻഡേർഡുണ്ട്, മനുഷ്യർ പ്രതീക്ഷിക്കുന്നൊരു സ്റ്റാൻഡേർഡുണ്ട്, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ പ്രതീക്ഷിക്കുന്നൊരു സ്റ്റാൻഡേർഡുണ്ട്, നമ്മുടെ അയലക്കത്തുകാരെ പ്രതീക്ഷിക്കുന്നൊരു സ്റ്റാൻഡേർഡുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ളവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പലപ്പോഴും നാം അറിയപ്പെടുന്ന ലേബലിനൊത്തവണ്ണമായിരിക്കും. നാം വിശ്വാസികളാണെങ്കിൽ, നമ്മൾ മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. പക്ഷേ ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ പ്രയോജനപ്പെടുക എന്ന അർത്ഥത്തിലാണ് ദൈവം നോക്കുന്നത്. ആർക്ക് പ്രയോജനപ്പെടുന്നത്? ദൈവത്തിന് പ്രയോജനപ്പെടണം, ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടണം, മനുഷ്യർക്ക് പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ 3 വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവം ഉദ്ദേശിച്ച ആ പദവിയിൽ, ആ അവസ്ഥയിൽ മനുഷ്യൻ എത്താൻ വേണ്ടി മനുഷ്യന് ഒരു ചെറിയ സ്ഥലത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ അവനെ ദൈവം തൽക്കാലം അധികാരിയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവൻ ജയിച്ചാൽ അവനെ പ്രമോഷൻ കൊടുത്ത്, അല്ലെങ്കിൽ അവനെ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് എത്തിക്കാനായിരുന്നു ദൈവത്തിൻ്റെ പരിപാടി. ദൈവത്തിന് സ്തോത്രം. ആ പരിപാടി നേരത്തെ ദൈവം പ്രഖ്യാപിച്ചു. നിന്നെക്കുറിച്ച് എൻ്റെ ഉദ്ദേശം ഇതാണെന്ന് ദൈവം മുന്നമേ പ്രഖ്യാപിച്ചു. കർത്താവേ, നീ എന്നെക്കൊണ്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് ഒത്തിരി പേര് ചോദിക്കും, കർത്താവ് എന്നെക്കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? അൾട്ടിമേറ്റ്ലി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോ ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവനോട് പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും
ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഉദ്ദേശം എന്തായിരുന്നെന്ന് അവനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ കണക്കാക്കി. സൃഷ്ടിച്ച് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ ഉദ്ദേശം അവനോടും പറഞ്ഞു. അതാണ് 27-28 വാക്യങ്ങൾ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന്റെ ഫലം, നന്മ തിന്മകളെ കുറിച്ച് ഉള്ള അറിവിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ തോട്ടത്തിലാക്കി മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി മനുഷ്യനോട് കൽപ്പിച്ചതാണ്. 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. ഇനി 15-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ ഫലം നീ തിന്നരുത്. ഇത് പറയുമ്പോൾ ഹവ്വ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നത്തേതിൽ നമ്മൾ വായിക്കുന്നു, അനന്തരം ദൈവം, 18-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും. മനുഷ്യന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുൻപ് നടന്ന കാര്യമാണ് കൂട്ടിക്കൊണ്ടുപോയി പ്രൈസ് ദി ലോർഡ് തോട്ടത്തിലാക്കിയത്. എന്നാ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച ശേഷമാണ് ദൈവം അവരെ കുറിച്ചുള്ള ഉദ്ദേശം വെളിവാക്കിയത്. വായിക്കാം. ഈ 1-ാം അധ്യായത്തിലേക്ക് നോക്കാം. അതിന്റെ 27-ാം വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. സിംഗുലർ പ്ലൂറൽ ആയത് കണ്ടോ? ഇങ്ങനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഈ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച ശേഷമാണ് 28-ാം വാക്യത്തിലുള്ള കാര്യങ്ങൾ ദൈവം അരുളി ചെയ്യുന്നത്. 28. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ, അവനെയല്ല, ദൈവം അവരെ അനുഗ്രഹിച്ച ശേഷം വായിച്ചോ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. നീ എന്നല്ല, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമൊക്കെയും നിങ്ങൾക്കെന്നല്ല നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ 1-ാം അധ്യായത്തില് നമ്മൾ വായിച്ച 28-ാം വാക്യത്തില് ദൈവം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി 3 കൂട്ടത്തിലും